Welcome back to Bosco Campus Vision. This is Nancy, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the 23rd lecture of Digital Marketing. Topic: Types of e-banking. In the previous lectures, we are discussing what is e-banking. E-banking allows users to conduct financial transactions via the internet. Also, the user can transfer funds from his account to other accounts of the same bank or different bank using a website or an online application. The customer uses a resources and a medium to conduct financial transactions. Then going to the types of e-banking. Bank offers various types of services through electronic banking platforms. These are of three types. First one level 1, second one level 2, and the third one is level 3. In level 1 banking, this is a basic level of service that banks offer through their websites. Through this service, the bank offers information about its products and services to customers. Further, some banks may receive and reply to queries through email. ലെവൽ 1 എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലൂടെ ബാങ്ക്സ് ഓഫർ ചെയ്യുന്നു അവരുടെ ബേസിക് ലെവൽ ഓഫ് സർവീസസ് എല്ലാം. ത്രൂ ദിസ് സർവീസ് ദ ബാങ്ക് ഓഫേഴ്സ് ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ടു കസ്റ്റമേഴ്സിന് ആ ബാങ്കിൻ്റെ ഇൻഫർമേഷൻസ് അവരുടെ പ്രോഡക്റ്റുകളും സർവീസസും എല്ലാം എന്ത് ചെയ്തു നൽകുന്നു. ഇതുവഴി വെബ്സൈറ്റിലൂടെ. എന്നാൽ ചില ബാങ്ക്സ് ഈ ലെവൽ 1ൻ്റെ അകത്ത് ഓഫർ ചെയ്യുന്നുണ്ട്. എന്താണ്, നമ്മൾ ചോദിക്കുന്ന ക്വറീസിനൊക്കെ അവർ റിപ്ലൈ ചെയ്യും. ഇതുവഴി ഇമെയിൽ വഴി. But level 1 means this is a basic level of service that banks offer through their websites. Through this service, the bank offers information about its products and services to customers. Further, some banks may receive and reply to queries through email. Level 2 means in this level, banks allow their customers to submit instructions or applications for different services, check their account balance, etc. However, banks do not permit their customers to do any fund-based transactions on their accounts. അതായത് ലെവൽ 1ൽ നമ്മൾ പറഞ്ഞു ബാങ്കിലെ സർവീസസിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ് വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലെവൽ 1 എന്ന് പറയുന്നത്. ലെവൽ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു. അതായത് കസ്റ്റമേഴ്സിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. എന്നാൽ ഫണ്ട് ബേസ്ഡ് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കത്തുമില്ല. അപ്പോൾ ലെവൽ 2ൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് ബാങ്കിലെ ഡിഫറെൻറ്റ് സർവീസസിൻ്റെ ഇൻസ്ട്രക്ഷൻസും ആപ്ലിക്കേഷൻസും ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നമുക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഫണ്ട് ബേസ്ഡ് ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മുടെ അക്കൗണ്ടിൽ കൂടെ അത് നടക്കത്തുമില്ല. ലെവൽ 1ൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ ഡിഫറൻറ്റ് സർവീസസ് എല്ലാം വെബ്സൈറ്റിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ലെവൽ 2ൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസും ആപ്ലിക്കേഷൻസും ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. എന്നാൽ ഇനി ലെവൽ 3ൽ പറയുന്നത് ഇൻ ദ തേർഡ് ലെവൽ ബാങ്ക്സ് അലൗ ദെയർ കസ്റ്റമേഴ്സ് ടു ഓപ്പറേറ്റ് ദെയർ അക്കൗണ്ട്സ് ഫോർ ഫണ്ട് ട്രാൻസ്ഫർ, ബിൽ പേയ്മെൻറ്റ്സ് ആൻഡ് പർച്ചേസ് ആൻഡ് റെഡീം സെക്യൂരിറ്റീസ് എക്സെട്ര. അതായത് ലെവൽ 3ൽ പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് അവരുടെ അക്കൗണ്ട് വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റുകളൊക്കെ നടത്താനും അതുപോലെ തന്നെ പർച്ചേസിനും ഒക്കെ സഹായിക്കുന്നു. ഇൻ ദ ലെവൽ 3ൽ in the third level, banks allow their customers to operate their accounts for fund transfer, bill payments and purchase and redeem securities. ലെവൽ 1ലാണെങ്കിൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴി ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ലെവൽ 2ലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാം. അതുപോലെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നു. ലെവൽ 3ൽ തേർഡ് ലെവലിൽ പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് അക്കൗണ്ട് വഴി നമുക്ക് ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യാൻ അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റുകൾ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ നടത്താൻ എന്ത് ചെയ്യുന്നു പറ്റുന്നു. നെക്സ്റ്റ്, ഹൗ ക്യാൻ ഐ ആക്സസ് ഇ ബാങ്കിങ്? എനി ബാങ്കിങ് കസ്റ്റമർ ഹു വാണ്ട്സ് ടു യൂസ് ഇ ബാങ്കിങ് സർവീസ് ഇറ്റ് മസ്റ്റ് ഫിൽ ഇൻ ദ ഇ ബാങ്കിങ് രജിസ്ട്രേഷൻ ഫോം ആൻഡ് സബ്മിറ്റ് ഇറ്റ് ടു ഹിസ് ഓർ ഹർ ബാങ്ക്. വൺസ് ദ രജിസ്ട്രേഷൻ ഈസ് റിസീവ്ഡ്, ദ റിക്വസ്റ്റ് ഈസ് പ്രോസസ്ഡ്.
the customer has to wait for a few working days as mentioned according to the concerned bank to receive login credentials. Then only the customer can access e-banking. അതായത് ഏതൊരു കസ്റ്റമർക്കാണോ ഇ ബാങ്കിങ് സർവീസ് ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇ ബാങ്കിങ് രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. അതായത് ഏത് ബാങ്കിൽ നിന്നാണ് വേണ്ടതെന്നുള്ളത്, അതായത് അവരവരുടെ ബാങ്കിൽ നിന്നുള്ള രജിസ്ട്രേഷൻ ഫോം എന്ത് ചെയ്യുന്നു, ബാങ്കിങ് രജിസ്ട്രേഷൻ ഫോം നമ്മൾ ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യണം ഈ ബാങ്കിങ്ങിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത ശേഷം ഈ രജിസ്ട്രേഷൻ ബാങ്കുകാർ റിസീവ് ചെയ്യുകയും അത് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സബ്മിറ്റ് ചെയ്ത ശേഷം ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കസ്റ്റമർ എന്ത് ചെയ്യുന്നു, ഫ്യൂ വർക്കിംഗ് ഡേയ്സിൽ അത് വെയിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ബാങ്കിൽ നിന്ന് ഇത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഓൺലി ദ കസ്റ്റമർ ക്യാൻ ആക്സസ് ഇ ബാങ്കിങ്. അങ്ങനെ ഇ ബാങ്കിങ് സർവീസസ് എന്ത് ചെയ്യുന്നു, കസ്റ്റമർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് SIക്കകത്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഹൗ ക്യാൻ ഐ ആക്സസ് ഇ ബാങ്കിങ് എന്ന്. Any banking customer who wants to use e-banking service must fill in the e-banking registration form and submit it to his or her bank. Once the registration is received, the request is processed. The customer has to wait for a few working days as mentioned according to the concerned bank to receive login credentials. Then only the customer can access e-banking facilities. Next topic is e-banking in India. In India since 1997, when the ICICI Bank first offered internet banking services. Today most new generation banks offer the same to their customers. In fact, all major banks provide e-banking service to their customers. 1997 ഫസ്റ്റ് ICICI ബാങ്കാണ് ഈ ഇ-ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പം എല്ലാ ബാങ്കുകളും ഈ ഇ-ബാങ്കിങ് സർവീസ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദി പോപ്പുലർ സർവീസസ് അണ്ടർ ഇ-ബാങ്കിങ് ഇൻ ഇന്ത്യ ആർ ATMs. ATM means automated teller machine. Telephone banking, electronic clearing card, smart cards, EFT. EFT means electronic fund transfer. ECS, electronic clearing services, mobile banking, internet banking, telebanking and doorstep banking. ഇത്രയാണ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇ ബാങ്കിങ് സർവീസസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ATMs, ടെലിഫോൺ ബാങ്കിങ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് കാർഡ്, സ്മാർട്ട് കാർഡ്, EFT, ECS, മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, telebanking, doorstep banking. Your assignment question is explain the types of e-banking. Second question, what are the popular services under e-banking in India? First question, explain the types of e-banking. Second one, what are the popular services under e-banking in India?